ഹലോ, വെൽക്കം ടു വിഷു സ്വീറ്റ് ഹണി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല വിശേഷമല്ലേ? മക്കൾക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ഇങ്ങനെ പോകുന്നു ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ ലാസ്റ്റ് വരെ കാണണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിർത്തിയിട്ട് പോകാനും പാടില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവർ ലാസ്റ്റ് വരെ വീഡിയോ കാണാം. ഈ വീഡിയോ പ്രത്യേകമായിട്ട് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പരസ്യമോ അല്ല, പ്രൊമോഷൻ ഒന്നും അല്ല. എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ആണ്. പലർക്കും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മളിൽ പലരും, എന്നെ അടക്കം ഞാനടക്കം അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി നോക്കുന്നത് ഗൂഗിളിലാണ്. അവിടെ സെർച്ച് ചെയ്ത് നോക്കും. അവിടെ എനിക്ക് ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ബന്ധുക്കളടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ തിരക്കും. പക്ഷേ എനിക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയാലും ഞാൻ തിരക്കും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മളെല്ലാം നോക്കുന്നത് ഗൂഗിളിലാണ്. അല്ല, നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും നിങ്ങൾ ഗൂഗിളിൽ നോക്കൂ. നോക്കാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. മിക്ക ആൾക്കാർ ഗൂഗിളിൽ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ മോന് 3 മാസം ഉണ്ടാവുന്ന സമയത്ത് സ്കിന്നിൻ്റെ പ്രശ്നം വന്നു. സ്കിന്നിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കിന്നിൽ ഒരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടായി പല ഷേപ്പിലും റൗണ്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. അവർ എന്താ പറയുക, സ്കിന്നിന് മാറ്റം വന്നു. ഒരു മിനിറ്റ്. ബോഡീൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. നെക്ക്, അതുപോലെ തന്നെ വയറ്റിൽ, പിന്നെ കാല്, ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ആഴ്ച നോക്കി ഇതിന് മാറ്റങ്ങൾ എന്തെങ്കിലും വരുമെന്ന്. പക്ഷെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇവൻ ജനിച്ചത് കുടകിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ വന്ന പ്രശ്നമാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതല്ലായിരുന്നു. ഇത് പിന്നെ വീണ്ടും എല്ലാ സ്ഥലത്തും വരാൻ തുടങ്ങി. പക്ഷെ കുട്ടിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് സ്കിന്നിൽ കാണാൻ തുടങ്ങിയ ശേഷം പിന്നെ നമുക്ക് അതൊരു ടെൻഷനായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ പീഡിയാട്രീഷ്യൻ ചില കുട്ടികളെ കാര്യമ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. നമ്മൾ സ്വന്തമായിട്ട് ഒരു മരുന്നോ കാര്യങ്ങളോ ഉണ്ടാക്കാനോ അല്ല, നമ്മൾ സ്വയമായിട്ട് ഡിസിഷൻ എടുത്തിട്ട് മക്കൾക്ക് മരുന്ന് കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം വെച്ചാൽ അത് പല വേറെ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ കാര്യമ്പോൾ നമ്മൾ പീഡിയാട്രീഷ്യനെ തന്നെ കാണിക്കണം. അപ്പോൾ അങ്ങനെ പീഡിയാട്രീഷ്യനെ കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിന് ഒരു സോപ്പ് ഞാൻ എഴുതി തരാം, ആ സോപ്പിട്ട് മോനെ കുളിപ്പിച്ചാൽ മതി, അപ്പോൾ സോപ്പ് മാറ്റിക്കൊള്ളി ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോൻ്റെ സോപ്പ് മാറ്റി. ഡോക്ടർ എഴുതി തന്ന ആ സോപ്പ് നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ അങ്ങ് വന്ന്. ഡോക്ടർ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൽ നന്നായിട്ട് കുളിപ്പിച്ച് കൊടുക്കുക, നന്നായിട്ട് വെള്ളം ഒഴിച്ച സോപ്പ് മൊത്തം കളയുക, പിന്നെ കുട്ടീനെ പെട്ടെന്ന് ഡ്രൈ ചെയ്തെടുക്കുക. അത് പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ കുട്ടിക്ക് തേച്ച് കൊടുക്കുന്ന ക്രീംസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തേച്ച് കൊടുക്കുക. അത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 1 മാസം അത് കംപ്ലീറ്റ് പോയി കിട്ടി. പക്ഷേ ആ സോപ്പിനുണ്ട് നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ അത് ഗ്ലിസറിനില്ല, സോപ്പ് ഫ്രീ ആണ്. അപ്പോൾ കുട്ടികളെ കുളിക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും എൻ്റെ മോനിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യത്തിൽ പറയണമെങ്കിൽ ഇതുപോലത്തെ സഫറിങ് ആവുന്ന ഒരുപാട് മദേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി ആ സോപ്പൊന്ന് യൂസ് ചെയ്ത് നോക്കണം. വിത്ത് ഡോക്ടർ പെർമിഷൻ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ആക്ച്വലി എല്ലാ സെൻസിറ്റീവ് സ്കിന്നിന് ഭയങ്കര എഫക്റ്റീവ് ആവും എന്നാണ് ആ സോപ്പ് പറയുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ സോപ്പിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സോപ്പിൻ്റെ കവർ, ടെഡി ബാർ. അപ്പോൾ ഒരു ടെഡീൻ്റെ ഫോട്ടോ കൂടി അതിലുണ്ട്. പിന്നെ ബാത്തിങ് ബാർ ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്നാണ് പറയുന്നത്. പീഡിയാട്രീഷ്യൻ പ്രിസ്ക്രൈബ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ സോപ്പ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ ഇത് ഭയങ്കര പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സോപ്പായ കൊണ്ടാണ്, പെട്ടെന്ന് വേഗം അലിഞ്ഞു പോകും. സ്കിൻ ഫ്രണ്ട്ലി pH ആണ്, ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണ്, 100% സോപ്പ് ഫ്രീ ആണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 രൂപയാണ്. നമുക്ക് ഈ ഒരു സോപ്പ് മോന് 1 മാസം വരെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സോപ്പ് പരസ്യമൊന്നുമല്ല കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ സോപ്പ് പിങ്ക് കളറാണ് വരിക. ഇത്ര വിൽപ്പുള്ള ഒരു സോപ്പാണ്. നമുക്ക് 1 മാസം ഒരു കുട്ടിക്ക് മതിയാവും. അപ്പോൾ എൻ്റെ പോലെ സഫർ ചെയ്യുന്ന അമ്മമാർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.